ചെടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചെടിയാണ് കേട്ടോ തുളസി. അത് കഴിഞ്ഞാൽ പിന്നെ ചെമ്പരത്തിപ്പൂവ്. തുളസി ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എത്ര വലിയ ഭംഗിയുള്ള എത്ര വലിയ ചെടി എത്ര വലിയ പൂക്കൾ എൻ്റെ മുന്നിൽ വന്ന് നിന്നാലും തുളസീനെ വിട്ടിട്ടുള്ള ഒരു കളി ഞാനില്ല കേട്ടോ. അത് കണ്ടത് ഇങ്ങനെ ഈ പൂത്ത് നിൽക്കുമ്പോൾ കാണുന്ന ഈ ഭംഗിയില്ലേ, ഇതിൻ്റെ ഭംഗി വേറൊരു ചെടിക്കും എൻ്റെ കണ്ണിലാണ് കേട്ടോ. എൻ്റെ ഇഷ്ടമാണേ ഞാൻ പറഞ്ഞത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രണ്ടാമത് ഇഷ്ടമുള്ളൊരു ചെടിയാണ് ചെമ്പരത്തിപ്പൂവ്. ഭയങ്കര ഇഷ്ടമാണ് ചെമ്പരത്തിപ്പൂവ് കേട്ടോ. ചെറുപ്പത്തിലേക്ക് ഈ പൂവിനെയൊക്കെ എന്ത് ക്രൂരമായിട്ട് ആക്രമിച്ചിട്ടുണ്ടെന്ന്. എങ്ങനെയെന്നറിയാമോ? എന്തിനറിയാം, ഈ പൂവ് ഇങ്ങോട്ട് പറിക്കും, എന്നിട്ട് രീതിയിൽ അതിങ്ങനെ അങ്ങോട്ട് ഒരു ഇതളങ്ങാട് എടുക്കും, എന്നിട്ട് എന്താണ് കുംബ്ലീസ് പോലെ ഇങ്ങനെ അങ്ങോട്ട് ആക്കും. ഇങ്ങനെ ഇങ്ങോട്ട് ഇതുപോലെ ഇങ്ങനെ പീച്ചി കൂട്ടിയിട്ട് എന്ത് ചെയ്യുന്ന നെറ്റിയിൽ ഇങ്ങനെ അടിച്ച് പൊട്ടിക്കും. അപ്പോൾ ഒരു സൗണ്ട് കേൾക്കൂലേ, ഭയങ്കര സന്തോഷമാണ് അത്. പക്ഷേ അങ്ങനെയുള്ള ഈ ചെമ്പരത്തിപ്പൂവ് ഇന്ന് എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗമായി മാറി എനിക്കൊരു വരുമാനം കിട്ടുന്നതിലോട്ട് എന്നെ വളർത്തിക്കൊണ്ടുവന്ന്. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിലോട്ട് ഓരോരുത്തർക്കും ഓരോ സ്ഥാനം വന്നേന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോപ്പിൽ ചെന്നപ്പോഴത്തേക്കും അവിടുത്തെ ആ ഷോപ്പിലെ ലേഡി എന്നോട് പറഞ്ഞു, പിന്നെ എപ്പോഴും മൂകാംബിക കാച്ചി എണ്ണയുടെ ഇത് പറയാണ്ട് എൻ്റെ ഒന്ന് രണ്ട് വെറൈറ്റി വീഡിയോസ് പുള്ളിക്കാരി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസും ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പം ഞാനത് പിന്നെ അവർ പറഞ്ഞ ഒരു കാര്യം ആദ്യം തന്നെ പറഞ്ഞത്, മൊബൈൽ തുറക്കുമ്പോൾ തന്നെ കാണുന്നത് മൂകാംബിക കാച്ചി എണ്ണയെന്നും പറഞ്ഞ് ചേച്ചിയുടെ വർത്താനം കേൾക്കാൻ നല്ല രസമാട്ടോ, ഇഷ്ടമാണ് കേട്ടോ. ചിലർക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ ഈ ഒച്ച കേൾക്കുമ്പോൾ തന്നെ ഓടിപ്പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ടെന്ന്, ഒരാളെങ്കിലും ഉണ്ടെന്ന് നമ്മളോട് നേരിട്ട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഇതൊക്കെ എനിക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ഞാൻ എല്ലാവരോടും പറയും കേട്ടോ, മൂകാംബിക കാച്ചി എണ്ണ ഉപയോഗിക്കുന്ന എല്ലാവരോടും ഞാൻ പറയും, നമ്മൾ എണ്ണ മാത്രം ഉപയോഗിച്ചാൽ പോരാ, നമ്മൾ ഉള്ളിലോട്ടും നമ്മൾ നല്ല ഭക്ഷണം കഴിക്കുക, ധാരാളം വെള്ളം കുടിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിനേക്കാളും വലിയ ഒരു ഔഷധം ഇല്ലെന്ന് ഞാനും ഇപ്പോൾ എൻ്റെ അനുഭവത്തിലൂടെ മനസ്സിലാക്കണേന്. നമ്മുടെ സ്കിന്നിനാണെങ്കിലും നമ്മുടെ ഹെയറിനാണെങ്കിലും നമ്മൾ വെള്ളം ധാരാളം കുടിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ ഒരു ചെടിയുണ്ട്, ഞാനത് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ആ മരം, അതിലെ ഇല, അതിൻ്റെ പേര് ഞാൻ മറന്നു, സർവ്വസുഗന്ധി ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അത് ഈ ഇടയാണ് ഉണങ്ങിയിട്ട് പിന്നെ അത് മുറിച്ച് കളഞ്ഞത്. ഒരാഴ്ചയായിട്ടുള്ളൂ നമ്മളത് മുറിച്ച് കളഞ്ഞിട്ട്. സർവ്വസുഗന്ധിയുടെ ഇല നിങ്ങൾ അതിൻ്റെ ഇലയിട്ട് വെള്ളം ധാരാളം കുടിക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ സ്കിന്നിനും എല്ലാം നല്ലതാണ്, നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ് സർവ്വസുഗന്ധിയുടെ ഇല. നമ്മുടെ ഗ്രാമപ്രദേശത്തൊക്കെയുള്ള വീടുകളിലൊക്കെ എനിക്ക് ധാരാളം കിട്ടും. ഇതൊന്നും അല്ലെങ്കിലും ധാരാളം ശുദ്ധജലം കുടിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ മൂകാംബിക കാച്ചിയെണ്ണയുടെ മരട് നെട്ടൂരിൽ നിന്നുള്ള വിശേഷങ്ങൾ. നല്ല ഭക്ഷണം കഴിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങളെല്ലാം നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് മരട് നെട്ടൂരിൽ നിന്നുള്ള എൻ്റെ വിശേഷങ്ങൾ. ഓക്കെ.